Hi dears, welcome back to my YouTube channel. ഇന്നത്തെ യാത്രയുടെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ചാൽ കുറച്ച് ഫിഷ് വാങ്ങണം. അങ്ങനെ ഞങ്ങൾ ഫിഷ് മാർക്കറ്റിലോട്ട് പോവുകയാണ്. അൽഖൂർ ഫിഷ് മാർക്കറ്റിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളുടെ വീടിനടുത്ത് നിന്ന് ഒരു 10 മിനിറ്റിനുള്ളിൽ ഡ്രൈവ് ചെയ്ത് എത്താവുന്ന ദൂരമേ ഉള്ളൂ. അങ്ങനെ അൽഖൂർ ഫിഷ് മാർക്കറ്റ് എത്തി. നമുക്ക് അകത്തോട്ട് പോയി എന്തൊക്കെ മീനാണ് ഉള്ളതെന്ന് നോക്കാം. ഇവിടുത്തെ ഫിഷ് മാർക്കറ്റൊക്കെ നല്ല ക്ലീനാണ്. ഒരു ബാഡ് സ്മെല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. നമുക്ക് അകത്തോട്ട് ചെല്ലുമ്പം ഒരുപാട് ഫിഷ് കൗണ്ടേഴ്സ് അവിടെ കാണാൻ പറ്റും. ഞങ്ങൾ സ്ഥിരം ഒരു കൗണ്ടറിൽ നിന്നാണ് വാങ്ങുന്നത്. അതുകൊണ്ട് ഞങ്ങൾ നേരെ അങ്ങോട്ടേക്കാണ് പോയത്. അവിടെ ചെല്ലുമ്പോഴേ ഒരുപാട് വെറൈറ്റി മീനുകൾ നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള അവിടെ കാണാൻ പറ്റും. ഞങ്ങൾ ഇന്ന് മെയിനായിട്ട് എത്തിയത് ഞണ്ട് വാങ്ങാനായിട്ടാണ്. മോൻ ഞണ്ട് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പ്രത്യേകിച്ച് ഫിഷ് വാങ്ങാനായിട്ട് ഇറങ്ങിയത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് അധികം മീനൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഞണ്ടും മേടിച്ചു. പിന്നെ ജഷ് എന്ന് പറയുന്ന വേറൊരു മീനും വാങ്ങി. ഞങ്ങൾ അധികം ഫിഷ് മേടിച്ച് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്യാറില്ല. കാരണം ആ ഒരു ഫ്രഷ്നെസ്സും ടേസ്റ്റും ഒന്നും ഇവിടെ കിട്ടാറില്ല. നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഫിഷ് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. ഞങ്ങൾ ചെന്നപ്പോഴേക്കും അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കട്ട് ചെയ്യാനായിട്ട് നിന്നില്ല. ഇവിടെ ഫിഷ് മാർക്കറ്റിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയാൽ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു ചെറിയൊരു പാർക്കും ഒരു ലോൺ ഏരിയയും ഉണ്ട്. ഞങ്ങൾ ചെല്ലുന്ന ടൈമിൽ അവിടെ വാട്ടർ സ്പ്രേ നടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരമൊക്കെ കളിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിൽ ചെന്നിട്ട് വേണം ഡിന്നറൊക്കെ ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ വീടൊക്കെ എത്തി പെട്ടെന്ന് സിമ്പിളായിട്ടൊരു ഫിഷ് മസാലയാണ് ഉണ്ടാക്കിയത്. ഫിഷ് മസാലയ്ക്ക് കോമ്പിനേഷനായിട്ട് പുട്ടുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.